ഒരു മുട്ട റോസ്റ്റ് റെസിപ്പി നോക്കിയാലോ? ഇതൊരു ഈസി റെസിപ്പിയാണേ. ഒരു പാനിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് കടുക് പെരിഞ്ചീരകം ഇട്ട് മൂപ്പിച്ചെടുക്കാം. നീളത്തിനരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വന്നാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം മൂത്ത് വന്നു കഴിഞ്ഞാൽ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നല്ലതുപോലെ കുറുകി വരുമ്പം വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയെ കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയിലോട്ട് ഗ്രേവി എല്ലാം നല്ലതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഗ്രേവിയുടെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇട്ട് വാങ്ങി വയ്ക്കാം. അപ്പോൾ എങ്ങനെ കഴിച്ചാലോ? നല്ല ചൂട് സോഫ്റ്റ് അപ്പവും മുട്ട റോസ്റ്റും. ഇതൊരു ഒന്നാന്തര കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് അടിക്കണേ.